ചില അപവാദ പ്രചരണങ്ങൾ ഈ സമരത്തിനെതിരെ നടക്കുന്നതായി നമ്മൾ അറിയുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ടത് ചെമ്പുമുക്ക് പള്ളിയിലെ ഇടവക ജനങ്ങൾ ചെമ്പുമുക്കിൽ മെട്രോ സ്റ്റേഷൻ സ്ഥാപിക്കുന്നതിന് എതിരാണ് എന്നതാണ്. സ്വാഗത പ്രസംഗികർ സൂചിപ്പിച്ചതുപോലെ നാളിതുവരെയും ഒരിടത്തും ചെമ്പുമുക്കിൽ നിന്ന് സ്റ്റേഷൻ ഒഴിവാക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല. പകരം പുതുതായി പണികഴിപ്പിച്ച പള്ളിയോട് ചേർന്ന് വിശ്വാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ, മതചടങ്ങുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നതിനെതിരെ മാത്രമാണ് നമ്മൾ പ്രക്ഷോഭം നയിച്ചിട്ടുള്ളത്. നമുക്കറിയാം, 2013 ബഹുമാന്യനായ ആന്റണി റാഫേൽ കോമരഞ്ചാത്തച്ഛൻ വികാരിയായിരുന്ന സമയത്താണ് പള്ളിയുടെ നിർമ്മാണത്തിന് വേണ്ടിയുള്ള പ്ലാൻ പാസാക്കുകയും അതിന്റെ നടപടികൾ ആരംഭിക്കുകയും ചെയ്തു. ആ സമയത്ത് കൊച്ചിൻ മെട്രോയുടെ സെക്കൻഡ് ഫേസിനെ കുറിച്ചുള്ള ആലോചന നടക്കുന്ന സമയം മാത്രമായിരുന്നു. സ്കെച്ച് തയ്യാറാക്കപ്പെട്ടിട്ടില്ല, റൂട്ട് നിശ്ചയിക്കപ്പെട്ടിട്ടില്ല, സ്റ്റേഷനുകളെ കുറിച്ചുള്ള തീരുമാനമായിട്ടില്ല. അങ്ങനെയിരിക്കുന്ന സാഹചര്യത്തിലാണ് പുതിയ പള്ളിയുടെ പ്ലാൻ പാസാക്കുന്നതിനുള്ള നടപടികൾ നമ്മൾ ആരംഭിക്കുന്നത്. മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ സമർപ്പിച്ചു, കൊച്ചി ടൗൺ പ്ലാനിംഗിൽ അപേക്ഷ കൊടുത്തു, അത് ഫോർവേഡ് ചെയ്ത് തിരുവനന്തപുരം ടൗൺ പ്ലാനിംഗിൽ നിന്നും പ്ലാൻ പാസാക്കി 2013 നമ്മൾ പള്ളിപണിയുടെ തുടക്കം കുറിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ സമയത്ത് മെട്രോയെക്കുറിച്ചുള്ള ചിന്തകൾ നടക്കുന്നതേയുള്ളൂ. തുടർന്ന് വികാരിയച്ഛന്റെ സ്ഥലം മാറ്റം, അതുപോലെ തന്നെ ധനസമാഹരണം, പ്ലാനിലുണ്ടാക്കേണ്ട മാറ്റങ്ങൾ തുടങ്ങിയ ചർച്ചകളൊക്കെ കാരണം ഏതാണ്ട് 2 വർഷത്തോളം പള്ളിപണി തുടങ്ങാനായില്ല. 2016 പള്ളിപണി ആരംഭിക്കുന്നതിനായി 3 വർഷം കാലാവധിയുള്ള പെർമിറ്റ് പുതുക്കുന്നതിനു വേണ്ടി മുനിസിപ്പാലിറ്റിയെ സമീപിക്കുമ്പോഴാണ് മെട്രോ അലൈൻമെന്റ് ആയിട്ടുണ്ടെന്നും അപ്പോൾ കൊച്ചിൻ മെട്രോയുടെ NOC ഉണ്ടെങ്കിൽ മാത്രമേ പെർമിറ്റ് പുതുക്കി തരാനും സാധിക്കൂ എന്ന് പറയുന്നു. അങ്ങനെ മെട്രോ അധികാരികൾ വികാരിയച്ഛന് സമീപിച്ചപ്പോഴാണ് നമ്മളുടെ കോമ്പൗണ്ടിൽ പള്ളിയുടെ കിഴക്കേ അതിർത്തിയോട് ചേർന്ന് 20 സെന്റ് മെട്രോ സ്റ്റേഷനുമായി അവർ കണ്ടുവച്ചിരിക്കുകയാണ് എന്ന വിവരം അറിയുക. 2013 പ്ലാൻ പാസാക്കിയിട്ടുള്ള ഒരു പള്ളിയുടെ കോമ്പൗണ്ടിൽ ഇത്തരത്തിൽ അവര് സാറ്റലൈറ്റ് സർവേയിലൂടെ സ്കെച്ച് മാർക്ക് ചെയ്യുമ്പോൾ ആ സർവേ നമ്പറിൽ ഏതെങ്കിലും വിധത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളോ മറ്റ് കാര്യങ്ങളോ ഉണ്ടോ എന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രമേ ചെയ്യാമായിരുന്നുള്ളൂ. വില്ലേജ് ഓഫീസിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നമ്മളുടെ മുനിസിപ്പാലിറ്റിയിലുമൊക്കെ അന്വേഷിച്ചാൽ കൃത്യമായി ഇവിടെ പള്ളി പണിയുന്നതിന് വേണ്ടിയുള്ള പ്ലാൻ പാസാക്കിയ വിവരം കിട്ടുമായിരുന്നു. അത്തരത്തിലുള്ള ആലോചനകളൊന്നുമില്ലാതെ, ഒരു സൂചനയും തരാതെ പള്ളിയുടെ കോമ്പൗണ്ടിൽ 20 സെന്റ് ഏറ്റെടുക്കാനുള്ള കാര്യങ്ങൾ നിർണയിച്ച് മെട്രോ മുന്നോട്ട് പോവുകയായിരുന്നു. എന്നാൽ ആ സമയം പള്ളി 20 സെന്റ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ പള്ളി പണിയാനുള്ള സൌകര്യമില്ല എന്ന് കാണിച്ച് നമ്മൾ അപേക്ഷ നൽകുകയും NOCക്ക് വേണ്ടിയുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തപ്പോൾ 20 സെന്റ് എന്നത് ചുരുക്കി 10 സെന്റാക്കി നിഗമനം ചെയ്തുകൊണ്ട്, അതായത് നമ്മളുടെ പള്ളിയുടെ അതിർത്തിയുടെ കിഴക്കേ അതിർത്തിയുടെ മതിലിൽ നിന്നും
സിവിൽ ലൈൻ റോഡിന്റെ മുൻഭാഗത്തായി 10 മീറ്റർ വീതിയിലും പുറകിലേക്ക് 40 മീറ്റർ നീളത്തിലും സ്ഥലം ഒഴിവാക്കിക്കൊണ്ട് പള്ളി നിർമ്മാണം നടത്തണമെന്ന് മെട്രോ അധികൃതർ ആവശ്യപ്പെടുന്നു. സ്വാഭാവികമായും അത്തരത്തിലുള്ള ഒരു നടപടി നിൽക്കുമ്പോൾ ഒരു അഫിഡാവിറ്റ് നമ്മൾ കൊടുത്താൽ മാത്രമേ നമുക്ക് NOC ലഭിക്കുമായിരുന്നുള്ളൂ. അങ്ങനെ വികാരിയച്ഛൻ ഈ 10 സെന്റ് ടൈറ്റസ് ആന്റണി കുരിശുവീട്ടിൽ ഈ 10 സെന്റ് സ്ഥലം ഒഴിവാക്കി പള്ളി പണിതുകൊള്ളാം എന്ന് പറഞ്ഞ് അഫിഡാവിറ്റ് കൊടുക്കുന്നു. നമുക്ക് പ്ലാൻ പാസ്സാക്കുന്നതിനുള്ള NOC ലഭിക്കും. ഇതാണ് തുടക്കത്തിൽ സംഭവിച്ചിട്ടുള്ള കാര്യം. പ്പെടുന്നത് 10 സെന്റ് സ്ഥലം കൊടുത്തുകൊള്ളാമെന്ന് ബഹുമാന്യനായ ടൈറ്റസ് ആന്റണി കുരിശുവീട്ടിൽ അച്ഛൻ സമ്മതമറിയിച്ച് ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന രീതിയിലുള്ള പ്രചരണം നടത്തി. യഥാർത്ഥത്തിൽ NOCക്ക് വേണ്ടി 10 സെന്റ് സ്ഥലം ഒഴിച്ചിട്ട് പള്ളി പണിതോളാം എന്ന് പറയുന്ന ഒരു അഫിഡാവിറ്റ് മാത്രമേ നമ്മൾ നൽകിയിട്ടുള്ളൂ. ഉടനെ തന്നെ ഇതിനെക്കുറിച്ച് കൂടിയാലോചിക്കുകയും അന്ന് ഇടവകയിൽ പ്രവർത്തിച്ചിരുന്ന KLCA യൂണിറ്റും പാരിഷ് കൌൺസിലിൽ നിന്ന് അച്ഛൻ തിരഞ്ഞെടുത്ത 10 അംഗങ്ങളും ഉൾപ്പെടുന്ന ഒരു സമിതി സെന്റ് മൈക്കിൾസ് ആക്ഷൻ കൌൺസിൽ എന്ന പേരിൽ രൂപീകരിക്കുകയും ഒരു നിവേദനം തയ്യാറാക്കി മെട്രോ അധികൃതർക്ക് നൽകുകയും ചെയ്തു. ഒരു വലിയ പള്ളി പണിത് കഴിയുമ്പോൾ അതിന്റെ അടുത്തായിട്ട് 23 മീറ്റർ മാത്രം സ്പേസുള്ള ഒരു സ്ഥലത്ത് 10 മീറ്റർ ഏറ്റെടുത്ത് പള്ളി മെട്രോ സ്റ്റേഷൻ പണിയുമ്പോൾ ഉണ്ടാകുന്ന അസൌകര്യങ്ങൾ നമ്മൾ സൂചിപ്പിച്ചു. അതുമല്ല, നമ്മളുടെ മാസ്റ്റർ പ്ലാനിൽ ഈ സ്ഥലത്തുണ്ടായിരുന്നത് കുരിശിന്റെ വഴിക്ക് വേണ്ടിയുള്ള ഇടങ്ങൾ തയ്യാറാക്കലാണ്. ഇതൊക്കെ സൂചിപ്പിച്ചുകൊണ്ട് നമ്മൾ നിവേദനം കൊടുത്തു. നിവേദനത്തിന് യാതൊരു നടപടിയും ഉണ്ടായില്ല. ആ സമയത്ത് ആക്ഷൻ കൌൺസിൽ രൂപീകരിച്ച് 2016 ഡിസംബർ 19 തീയതി ഈ ഗേറ്റിന് മുമ്പിൽ നിരാഹാര സത്യാഗ്രഹം ആരംഭിച്ചുകൊണ്ട് നമ്മൾ നമ്മുടെ സമരപരിപാടികൾ ആരംഭിച്ചു. തുടർന്ന് മെട്രോ അധികൃതർ നമ്മളെ ചർച്ചയ്ക്ക് വിളിക്കുന്നു. ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മളുടെ ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ സൂചിപ്പിക്കുന്നു. യാതൊരുവിധ നടപടികളും ഉണ്ടാകുന്നില്ല. അതിനിടയ്ക്ക് അന്ന് MLA ആയിരുന്ന പരേതനായ ബഹുമാന്യനായ ശ്രീ PT തോമസിന്റെ അധ്യക്ഷതയിൽ നമ്മളുടെ പാരിഷ് ഹാളിൽ വെച്ച് തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ മുഴുവൻ അംഗങ്ങളെയും സ്ഥാപനങ്ങളെയും രാഷ്ട്രീയ സംഘടനകളെയും ഒക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം നടക്കും. ആ യോഗത്തിൽ അന്നത്തെ KMRLന്റെ CMD ആയിരുന്ന ശ്രീമാൻ മുഹമ്മദ് അനീഷ് IAS പങ്കെടുക്കുന്നു. മെട്രോയുടെ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നു. അവിടെ വെച്ച് വികാരിയച്ഛന്റെ ആവശ്യപ്രകാരം നമ്മൾ നിവേദനം സമർപ്പിക്കുന്നു. ബഹുമാന്യനായ MLAയും CMDയും ഒരുമിച്ച് ചേർന്ന്, അന്ന് നമ്മളുടെ സ്ട്രക്ചർ ഏതാണ്ട് പൂർത്തിയായി വരുന്ന സമയമാണ്. സ്ട്രക്ചർ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ ഇത്ര അടുത്താണ് നമ്മളുടെ അതിർത്തി എന്ന് ബഹുമാന്യനായ CMD മനസ്സിലാക്കുകയും നിങ്ങൾ പറയുന്നതിൽ കാര്യമുണ്ട് എന്നും ആവശ്യമായ നടപടികൾ ചെയ്യാമെന്നും ഉറപ്പ് നൽകി നമ്മുടെ നിവേദനത്തിന്റെ താഴെ ഒപ്പിട്ട് അദ്ദേഹം KMRLന്റെ ഉദ്യോഗസ്ഥന്മാർക്ക് കൈമാറി. ഇവിടെ വെച്ചാണ്, ഈ സ്ഥലത്ത് വെച്ചാണ്. നമ്മൾ സ്വാഭാവികമായും പ്രതീക്ഷിച്ചത് കുറെ കഴിയുമ്പോഴേക്കും ഇതിന്റെ നടപടികൾ ഉണ്ടാകും, മാറ്റുന്നതിനുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ്. പക്ഷെ കുറെ കാലം കഴിഞ്ഞപ്പോൾ ഒരു ഗസറ്റ് നോട്ടിഫിക്കേഷൻ വരും. ആ ഗസറ്റ് നോട്ടിഫിക്കേഷനിൽ ഈ 10 സെന്റ് ഒന്നുമല്ല, പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് 20 സെന്റ് ഏറ്റെടുക്കാനുള്ള 20 മീറ്റർ വീതിയിലും 40 മീറ്റർ നീളത്തിലും 20 സെന്റ് ഏറ്റെടുക്കുന്നതിനുള്ള റവന്യൂ റിക്കവറി നടപടികൾ ആരംഭിക്കുകയാണ് എന്ന് പറയുന്ന ഒരു നോട്ടീസ് ലഭിക്കും. ഈ നോട്ടീസ് ലഭിച്ചപ്പോൾ നമ്മൾ വീണ്ടും മെട്രോ അധികൃതരെ സമീപിച്ചു. ഇത്തരത്തിൽ നമുക്ക് NOC പാസാക്കി തന്നിട്ടുള്ള ഒരു പ്ലാനുണ്ട്. ആ പ്ലാനിൽ കൃത്യമായി 10 മീറ്റർ 40 മീറ്റർ എന്ന് അടയാളപ്പെടുത്തി നമുക്ക് തന്നിട്ടുണ്ട്. ഈ രേഖകളൊക്കെ വെച്ച് വീണ്ടും നമ്മൾ ചർച്ചയ്ക്ക് പോകുന്നു. തൽക്കാലം നടപടികൾ നിർത്തിവെച്ചുകൊണ്ട് വീണ്ടും കുറെ കാലം മുന്നോട്ട് പോകുന്നു. അപ്പോഴൊക്കെ നമ്മുടെ നിരന്തര സമരങ്ങൾ നടക്കുകയാണ്.
പിന്നീട് ഒരു ദിവസം ഒരു സുപ്രഭാതത്തിൽ നമ്മളുടെ കോമ്പൗണ്ടിൽ അനധികൃതമായി കടന്നുകൊണ്ട് മെട്രോ അധികൃതർ 20 സെന്റ് സ്ഥലത്ത് കുറ്റി സ്ഥാപിക്കും. നമ്മളുടെ ഈ റാമ്പിന്റെ 1 മീറ്റർ 20 സെന്റിമീറ്റർ വിട്ടിട്ടാണ് അവർ കുറ്റി സ്ഥാപിച്ചത്. സ്വാഭാവികമായും അന്ന് പ്രക്ഷോഭത്തിലിരിക്കുന്ന ഇടവക ജനങ്ങൾ അവൈലബിൾ ആയിട്ടുള്ള കുറച്ചുപേർ ഒരുമിച്ച് ചേരുന്നു. പോലീസുകാരുടെ സാന്നിധ്യത്തിലാണ് അവർ വന്നിരുന്നത്. അവരുടെ മുമ്പിൽ വെച്ച് തന്നെ ആ കുറ്റികൾ, കോൺക്രീറ്റ് കുറ്റികൾ പിഴുതുമാറ്റി ഈ മതിലിന്, ഇതിന്റെ റോഡിന് സൈഡിൽ കൊണ്ടുവച്ച് അതിൽ റീത്ത് സമർപ്പിച്ച് നമ്മൾ പ്രതിഷേധമറിയിക്കും. സ്വാഭാവികമായും ചർച്ചകൾ വരും. ആ ചർച്ചകളിലൊക്കെ നമ്മളുടെ വിഷയം ഉന്നയിച്ചു. MLA ശ്രീമതി ഉമാ തോമസും ബഹുമാന്യനായ MP ശ്രീമാൻ ഹൈബി ഈഡനും ഈ പ്രശ്നത്തിൽ ഇടപെടുന്നു. നമ്മളുമായി ചർച്ച നടത്തുന്നു. അവരുടെ നേതൃത്വത്തിൽ പുതിയതായി ചാർജ് എടുത്ത CMD ബഹുമാന്യനായ ലോകനാഥ് ബെഹ്റയുടെ IPSന്റെ സാന്നിധ്യത്തിൽ ചർച്ച നടത്താമെന്ന് സമ്മതിക്കുന്നു. അങ്ങനെ അവരുടെ MPയുടെയും MLAയുടെയും സാന്നിധ്യത്തിൽ KMRL ഓഫീസിൽ വെച്ച് നമ്മൾ ചർച്ച നടത്തും. ആ ചർച്ച നടത്തുന്ന സമയത്ത് അദ്ദേഹം ആദ്യമായി പറഞ്ഞത് സെന്റ് മൈക്കിൾസ് പള്ളി മെട്രോ ഫ്രീസ് ചെയ്ത സ്ഥലത്തിന് അനധികൃതമായിട്ടാണ് ഈ പള്ളി പണിതിരിക്കുന്നത് എന്നാണ്. അവിടെ വെച്ച് തന്നെ നമ്മൾ അതിനെ ചോദ്യം ചെയ്യുന്നു. തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കരുതെന്ന് വളരെ സ്പഷ്ടമായി രൂക്ഷമായ ഭാഷയിൽ നമ്മൾ പറയുന്നു. വികാരി അച്ഛൻ ഇരിക്കുന്ന സമയത്താണ് പറയുന്നത്. ലോഹയിട്ട വൈദികൻ ഇരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ അദ്ദേഹത്തിനെതിരെ നടത്തരുത് എന്ന് ശക്തമായ ഭാഷയിൽ ഞാൻ ഉന്നയിക്കും. അദ്ദേഹം അന്നെന്നോട് പറഞ്ഞു, നിങ്ങൾ ഇനി സംസാരിക്കരുത് എന്നാണ് അദ്ദേഹത്തിന്റെ ക്യാബിനിൽ വെച്ച്. ഞാൻ പറഞ്ഞു, ഇതിന്റെ അകത്ത് വെച്ച് എന്നെ നിശബ്ദനാക്കാൻ താങ്കൾക്ക് കഴിയും, പുറത്ത് ഞങ്ങൾ നിശബ്ദരാകില്ല എന്ന് പറയുന്നു. പ്രശ്നം കൂടുതൽ രൂക്ഷമാകുന്നു. MPയും MLAയും ഇടപെട്ട് സംസാരിച്ചപ്പോ അന്ന് അദ്ദേഹം ഉറപ്പ് നൽകിയത് പകരം സ്ഥലം പള്ളി ചൂണ്ടിക്കാണിച്ച് തരുമെങ്കിൽ അത് ഏറ്റെടുത്ത് പള്ളിയുടെ കോമ്പൗണ്ടിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ മാറ്റിത്തരാം. തുടർ ചർച്ചകൾക്കായി നമ്മൾ അയൽവാസികളുമായി സംസാരിക്കുകയാണ്. കുട്ടിക്കുപ്പായം ഇരിക്കുന്ന സ്ഥലം, അതിന്റെ പുറകിൽ പരേതനായ ശ്രീമാൻ ഷാജിയുടെ ഉടമസ്ഥ അടക്കമുള്ള ഒഫീഷ്യൽ സ്കെച്ച് തയ്യാറാക്കി നമ്മൾ KMRL അധികൃതർക്ക് കൊടുത്തു. ഇത്രയും നടപടികൾ ചെയ്തു വെച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് തന്ന ഉറപ്പ് പാലിക്കുമെന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷെ പിന്നെയും നമ്മളെ മെട്രോ അധികൃതർ അറിയിക്കുന്നു, ഈ 11.5 സെന്റ് സ്ഥലത്ത് ചുരുക്കിക്കൊണ്ട് പള്ളിയുടെ സ്ഥലം ഏറ്റെടുത്ത് ഫ്രണ്ടിൽ നിന്നും 11.5 മീറ്റർ വീതിയിലും ബാക്കിലേക്ക് 40 മീറ്റർ നീളത്തിലുമുള്ള സ്ഥലം, ഏതാണ്ട് 11.5 സെന്റ് സ്ഥലം വിട്ടു നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിന്നെയും എഴുത്തു നൽകി. നമ്മൾ വീണ്ടും സമരം രൂക്ഷമാക്കുന്നു. വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ സേവ് ദ ചർച്ച് ഫോറം രൂപീകരിക്കുന്നു. സേവ് ദ ചർച്ച് ഫോറത്തിന്റെ പേരിൽ വികാരിയച്ഛന്റെ നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നമ്മൾ നടത്തുന്നു. നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടാകുമത്. ഇവിടെ വെച്ച് നമ്മൾ അന്ന് KLCയുടെ സംസ്ഥാന പ്രസിഡന്റായിരുന്ന അഡ്വക്കേറ്റ് ഷെറി ജെ തോമസ് ഉദ്ഘാടനം ചെയ്ത ഒരു ധർണ നടത്തുന്നു. ഐക്യസാന്റിന് കുരിശു വീട്ടിലച്ഛൻ പൂർണ്ണമായും നേതൃത്വം ഏറ്റെടുക്കുന്നു. കുർബാന കഴിഞ്ഞ് ചെമ്പുമുക്കിലേക്ക് നമ്മൾ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുത്ത പ്രതിഷേധ റാലി സംഘടിപ്പിക്കുന്നു. വീണ്ടും സമരം രൂക്ഷമായപ്പോൾ ഇവർ വീണ്ടും ചർച്ചയ്ക്ക് വിളിച്ചിട്ട് ആ സ്ഥലം ഏറ്റെടുക്കുന്നതിന് ഫീസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. മെട്രോ അധികൃതർ വന്ന് അപ്പുറത്തെ സ്ഥലം പരിശോധിച്ച് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ കുറെ കഴിഞ്ഞപ്പോൾ ബഹുമാന്യനായ നിയമ വ്യവസായ മന്ത്രി P. രാജീവിന്റെ അധ്യക്ഷതയിൽ ജില്ലാ കളക്ടറേറ്റിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ മെട്രോ അധികൃതരുടെ CMD ഉൾപ്പെട്ട ആളുകളുടെ സാന്നിധ്യത്തിൽ ഒരു യോഗം വിളിക്കുന്നു. ആ യോഗത്തിൽ തൃക്കാക്കര മുനിസിപ്പാലിറ്റിയിലെ എല്ലാ കൌൺസിലർമാരും, ഈ പ്രദേശത്തുള്ള എല്ലാ രാഷ്ട്രീയ സംഘടനകളുടെ പ്രതിനിധികളും നമ്മളെയും വിളിച്ചിട്ടാണ് ചർച്ച നടത്തിയത്. ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്തൊരു വലിയ മീറ്റിംഗ്. ആ മീറ്റിംഗിന്റെ ഒടുവിൽ നമ്മളോട് മന്ത്രി ആവശ്യപ്പെടുന്നു, നിങ്ങൾ സ്ഥലം വിട്ടു നൽകണം. അപ്പൊ നമ്മളുടെ ബുദ്ധിമുട്ടുകളെ കുറിച്ച് അച്ഛന്റെ നിർദ്ദേശപ്രകാരം ഞാൻ ആ യോഗത്തിൽ അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോ
പറയുന്നത് പുതിയ ഒരു സജ്ജീകരണം ഉണ്ടാക്കാൻ, അപ്പുറത്ത് മെട്രോ സ്റ്റേഷൻ റീഅലൈൻ ചെയ്യാൻ വേണ്ടി ഏതാണ്ട് 1.5 വർഷം താമസമെടുക്കും എന്ന് CMD യോഗത്തെ അറിയിച്ചു. നമ്മൾ ചലഞ്ച് ചെയ്യുന്ന ഒരു എഞ്ചിനീയർക്ക് 2 ദിവസം കൊണ്ടുണ്ടാക്കാവുന്ന സ്കെച്ച് ഉണ്ടാക്കാൻ നാളെ രാവിലെ ഞങ്ങൾ സ്കെച്ച് തയ്യാറാക്കി തരാമെന്ന് നമ്മൾ ചലഞ്ച് ചെയ്യുന്നു. അങ്ങനെ ആ യോഗം തീരുമാനമാകാതെ പിരിയുമ്പോൾ മന്ത്രി നമ്മളോട് പറഞ്ഞത്, ഞാൻ നിങ്ങളുടെ പള്ളിയിൽ വരും, ഡിസ്ട്രിക്ട് കളക്ടറും CMD അധികൃതരും ഒരുമിച്ച് നമുക്ക് ഈ വിഷയം മാത്രം ചർച്ച ചെയ്യുന്നതിനുള്ള ഒരു യോഗം അധികം താമസിയാതെ വിളിക്കാം എന്ന് ഉറപ്പു നൽകിയിട്ടാണ് അന്ന് യോഗം പിരിഞ്ഞത്. പിന്നീട് ബഹുമാനീയനായ ടൈറ്റസ് ആന്റണി കുരിശുവീട്ടിൽ അച്ഛൻ സ്ഥലം മാറിപ്പോയി. പുതിയ വികാരി അച്ഛൻ ചാർജ് എടുക്കുന്നു. ഒരു നീക്കവുമില്ല. നിരന്തരം മെട്രോയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ എന്തായി നമ്മളുടെ സ്റ്റേഷനെ കുറിച്ച് എന്നുള്ള കാര്യം കേൾക്കുമ്പോൾ അന്ന് മന്ത്രി പറഞ്ഞത്, നിങ്ങൾ സ്ഥലം വിട്ടു നൽകിയില്ലെങ്കിൽ ചെമ്പുമുക്കിലെ മെട്രോ സ്റ്റേഷൻ ഉപേക്ഷിക്കേണ്ടി വരുമെന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മൾ മറ്റൊരു സ്ഥലം ചൂണ്ടിക്കാണിച്ചു തരുന്നു, ചെമ്പുമുക്കിൽ നിന്ന് മെട്രോ സ്റ്റേഷൻ ഒരു കാരണവശാലും ഉപേക്ഷിക്കരുത്. മെട്രോ സ്റ്റേഷൻ ഒഴിവാക്കുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. അങ്ങനെ ചെയ്യുന്നെങ്കിൽ അത് മെട്രോയുടെ മാത്രം ഉത്തരവാദിത്തമായിരിക്കുമെന്ന് വ്യക്തമായി പറഞ്ഞുകൊണ്ടാണ് അന്ന് മീറ്റിംഗ് അവസാനിപ്പിച്ചത്. പിന്നീട് നാളിതുവരെയും അതിനുവേണ്ടിയുള്ള ഒരു മീറ്റിംഗും നടന്നില്ല. കഴിഞ്ഞ ഏതാണ്ട് കൃത്യമായി പറഞ്ഞാൽ 42 ദിവസം മുമ്പ് വികാരിയച്ഛനെ വിളിച്ചിട്ട് മെട്രോ അധികൃതർ പറയുന്നു, ഇന്ന് ഉച്ചയ്ക്ക് 3 മണിക്ക് ഒരു യോഗം ചേരണം, ഞങ്ങൾ അച്ഛനെ കാണാൻ വരുന്നുണ്ട്. സ്വാഭാവികമായി അച്ഛൻ നമ്മളെ കൂടി അറിയിച്ചു. ആ മീറ്റിംഗിൽ വന്ന് അധികൃതരിൽ നിന്ന് സംസാരിച്ചപ്പോ അവര് 11.5 സെന്റ് വെച്ചുകൊണ്ട് ഒരു സ്കെച്ച് പ്ലാൻ ചെയ്തിട്ടാണ് വന്നത്. ആ സ്കെച്ച് ഒരു റഫ് സ്കെച്ച് നമ്മളെ കാണിച്ചു. നമ്മൾ പറഞ്ഞു, ഒരു കാരണവശാലും ഫീസിബിൾ അല്ല, ഇതിനകത്ത് സ്ഥലം ഏറ്റെടുക്കുക അത്ര എളുപ്പമാവില്ല. അവർ പറയുമ്പോൾ അവർക്ക് ഇത് ഓപ്പൺ വേക്കന്റ് ലാൻഡായിട്ട് കിടക്കുന്ന സ്ഥലമാണ്, ഒറ്റ ഉടമസ്ഥതയിലിരിക്കുന്ന സ്ഥലമാണ്. അപ്പുറത്തെ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ 3 ഉടമസ്ഥതയിലുള്ള ആളുകളുണ്ട്, അവിടെ കെട്ടിടങ്ങളുണ്ട്, അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കണം. അതിന്റെ കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരുമ്പോ എന്ത് പറ്റും? ബഡ്ജറ്റിനേക്കാൾ കൂടുതൽ തുക ചെലവഴിക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അത് കേരള ഗവൺമെന്റിന്റെ സാങ്ഷൻ ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഒരു ബഡ്ജറ്റ് റിവിഷൻ എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞപ്പോൾ കൃത്യമായി നമ്മൾ പറഞ്ഞു, 20 സെന്റിന് വേണ്ടിയാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഇപ്പോഴത്തെ മെട്രോ കൊടുത്തിട്ടുള്ള നടപ്പ് വില 35 ലക്ഷം രൂപയാണ് പെർ സെന്റ്. അങ്ങനെ വരുമ്പോൾ 7 കോടി രൂപയുടെ ബഡ്ജറ്റ് ചെയ്തിട്ടുണ്ട്. 11.5 സെന്റ് സ്ഥലമാണ് ഇപ്പോൾ മെട്രോയ്ക്ക് ആവശ്യമാണ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ 11.5 സെന്റ് സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അതിനുവേണ്ടി ചെലവാകുന്ന തുക ബഡ്ജറ്റിനേക്കാൾ ഒരുപാട് താഴെയാണ്. ഏതാണ്ട് 2 കോടി രൂപ ബാലൻസ് ഉണ്ടാകും. ആ 2 കോടി രൂപ വെച്ച് ഈ കോമ്പൻസേഷൻ കൊടുത്താൽ 1.5 കോടിയിലധികം, 1.30 ലക്ഷത്തിലധികം പോവില്ല ഈ ബിൽഡിങ്ങുകളുടെയും അവിടെയുള്ള സ്ഥാപനങ്ങളുടെയും കോമ്പൻസേഷൻ കൊടുക്കാൻ. അപ്പൊ ഇക്കാര്യം നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നു, അതിനവർക്ക് ഉത്തരമില്ലാതെ പിരിയും. ഈ യോഗത്തിൽ വന്നപ്പോഴും അവരുന്നയിച്ചത് ഈ വിഷയമാണ്. ഇത് ഫീസിബിൾ അല്ല, ഇവിടെ ഒരു ചെറിയ ട്രാക്ക് ബെൻഡ് ഉണ്ട്. ആ ട്രാക്ക് ബെൻഡ് ഉണ്ടാകുമ്പോ ഇവിടെ നിന്നും അങ്ങോട്ട് മാറ്റി അതിന്റെ എൻട്രൻസ് കൊടുക്കാൻ ബുദ്ധിമുട്ടാവും, ക്യാബിൻ ഒരു ഇത് വരുന്നത് കൊണ്ട്. മാത്രമല്ല മെട്രോയുടെ ഇപ്പോഴുള്ള ഒരു രീതി അനുസരിച്ച് ഈ ക്യാബിനിന്റെ സെന്ററിൽ നിന്നും പുറകിൽ നിന്നും 30 മീറ്ററും 60 മീറ്ററിലാണ് മൊത്തം ക്യാബിൻ വരുന്നത്. ഇതിന്റെ 30 മീറ്ററിൽ കൂടുതൽ അവസാനത്തെ ട്രെയിനിന്റെ കമ്പാർട്ട്മെന്റിലെ അവസാനത്തെ ഡോറിൽ നിന്ന് ഇറങ്ങുന്ന ആള് നടക്കാൻ പാടില്ല എന്നൊരു വ്യവസ്ഥയുണ്ട് പോലും. അപ്പൊ ഈ 30 മീറ്റർ വെച്ച് എൻട്രൻസ് ചെയ്യണം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 30 മീറ്റർ വെച്ച് എൻട്രൻസ് നമ്മളുടെ പള്ളിയുടെ ഏതാണ്ട് ഈ ഭാഗത്തായിട്ടാണ് 30 മീറ്റർ വരുന്നത്. ഇവിടുന്ന് പള്ളിയുടെ സ്ഥലത്തിന്റെ മുകളിൽ കൂടി ക്രോസ് ഇട്ടോ, പാസേജ് അല്ലേ, ബിൽഡിംഗ് പണിയേണ്ട കാര്യമില്ല. ക്രോസ് പാസേജ് ഇട്ടിട്ട് ആ സ്റ്റേഷനിലേക്ക് എൻട്രൻസ് കൊടുക്കാം. കൃത്യമായി സ്റ്റഡി ചെയ്തിട്ടുള്ള നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് വെച്ചു. അപ്പോൾ അവരോട് പറഞ്ഞു, ഇത്തരത്തിൽ സ്ഥലം ഏറ്റെടുക്കുക എന്ന് പറയുന്നത് എളുപ്പമാവില്ല, ഞങ്ങൾ പ്രതിരോധിക്കും. അപ്പൊ ആ സ്ഥലം ഏറ്റെടുത്തിട്ട് അതിന് പറ്റിയ ഒരു സ്കെച്ച് തയ്യാറാക്കിയിട്ട് നമുക്ക് ഇനി ചർച്ച ചെയ്യാം. ആ സ്കെച്ച് വെച്ചുകൊണ്ട് മാത്രമേ ഇനി ചർച്ചയുള്ളൂ എന്ന് പറഞ്ഞ് നമ്മൾ വെച്ചു. ഈ കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പ് ഒരു ദിവസം ഉച്ചയ്ക്ക് 3 മണിയാവുമ്പോ റവന്യൂ അധികൃതരും മെട്രോ അധികൃതരും കൂടി അതിന്റെ തലേ ദിവസം അച്ഛനൊരു സ്കെച്ച് 13 സെന്റ് ഏറ്റെടുക്കുന്നതിനുള്ള ഒരു സ്കെച്ച് അച്ഛന് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് മെഷർ ചെയ്ത് ഞങ്ങൾ ബോധ്യപ്പെടുത്താൻ വേണ്ടി വരും എന്ന്. അപ്പൊ എന്നെ വിളിച്ചപ്പോ നമ്മൾ പറഞ്ഞു, ഒരു കാരണവശാലും ഞങ്ങൾക്ക് ബോധ്യപ്പെടേണ്ട കാര്യമില്ല, ഞങ്ങൾ സമ്മതിച്ചിട്ടില്ലല്ലോ. നമ്മൾ ചർച്ച ചെയ്ത് പിരിഞ്ഞത് അപ്പുറത്തെ ലാൻഡിൽ ബിൽഡിംഗ് പണിയുന്നതിന് വേണ്ടിയുള്ള സ്കെച്ച് തയ്യാറാക്കിയതിനു ശേഷം ചർച്ച ചെയ്യാമെന്നാണ്.
തർക്കത്തിലിരിക്കുന്ന ഒരു ഭൂമിയിൽ അളവ് നടത്തരുത് എന്ന് നമ്മൾ പറയുന്നു. 3 മണിയാവുമ്പോൾ ഈ അധികൃതർ ഇവിടെ വന്ന് അളക്കുവാൻ ആരംഭിച്ചു. നമുക്ക് വിവരം ലഭിച്ചു. ഞങ്ങൾ 4-5 പേര് വന്ന് അതിനെ എതിർത്ത് കഴിഞ്ഞപ്പോ അവര് അളന്ന് കുറ്റിയടിച്ചു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അളന്നത് നമ്മളുടെ ഈ മൂലയിൽ നിന്നും 12.5 മീറ്റർ ഇങ്ങോട്ട് മാറി ഒരു കുറ്റിയടിച്ചിട്ട് നേരെ പുറകിലേക്ക് 31 മീറ്റർ നീളത്തിൽ കുറ്റിയടിക്കുക. നമ്മളുടെ റാമ്പിൽ നിന്ന് കൃത്യം 6 മീറ്റർ മാറി. ഈ 6 മീറ്റർ നമ്മളുടെ ഫയർ പാസേജ് ആണ്. ഇത്രയും വലിയൊരു ബിൽഡിംഗ് പണിയുമ്പോൾ ഒരു ഫയർ എഞ്ചിൻ കടന്നു പോകുന്നതിന് വേണ്ടി മിനിമം 6 മീറ്റർ സ്ഥലം വിടണമെന്ന് വ്യവസ്ഥയുണ്ട്. അങ്ങനെ സ്ഥലം വിട്ട് നമ്മൾ സ്കെച്ച് കാണിച്ച് ഫയർ അപ്രൂവൽ വാങ്ങിച്ചിരിക്കുന്ന ഒരു ബിൽഡിംഗാണ്. എന്തിനാ ഇങ്ങനെ ഒരു വ്യവസ്ഥയുള്ളത്? ഇത്രയും വലിയ ആളുകൾ തിങ്ങിക്കൂടുന്ന ഒരു ഗ്യാദർ ചെയ്യുന്ന ഒരു സ്ഥലത്ത് ഒരു അപകടമുണ്ടായാൽ, ഒരു ഫയർ ഉണ്ടായാൽ, മറ്റെന്തെങ്കിലും അത്യാഹിതമുണ്ടായാൽ ഒരു ഫയർ എഞ്ചിനും ആംബുലൻസിനും കടന്നുപോകുന്നതിനുള്ള വഴിയാണ് ഈ 6 മീറ്റർ വ്യവസ്ഥ ചെയ്തിട്ടുള്ളത്. ഇത് എൻക്രോച്ച് ചെയ്ത് ഒരു കാരണവശാലും ഇവർക്ക് ബിൽഡിംഗ് പണിയാനാവില്ല, നിയമപരമായി പണിയാനാവില്ല. അതിന് നമുക്ക് നിയമപരമായി എതിർക്കാൻ കഴിയും. അപ്പൊ കൃത്യമായി ഈ 6 മീറ്റർ മാറ്റിയിട്ട് ഒരു കുറ്റി സ്ഥാപിക്കുന്നു. നിങ്ങളൊന്ന് ഈ ഫ്രണ്ടിൽ നിന്ന് 6.2 മീറ്ററും റാമ്പിൽ നിന്ന് 6 മീറ്ററും മാറിയാണ് കുറ്റിയടിക്കുന്നത്. അപ്പോ ഇത് സാധാരണ ഇങ്ങനെ നമ്മൾ നോക്കുമ്പോൾ വേക്കന്റ് ആയി കിടക്കുന്ന ഒരു ലാൻഡ് നോക്കുമ്പോൾ 6 മീറ്റർ ആവശ്യത്തിനുള്ള ഇനഫ് സ്പേസ് ഉണ്ട്. ഈ 6 മീറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഈ സമരപ്പന്തലിന്റെ വീതിയാണ്. ഇത്രയാണ് സ്പേസ്. ഈ സ്പേസിന്റെ തൊട്ട് ചേർന്ന് ഒരു സൈഡ് ഒരു വൻമതിൽ പോലെ 4 നില കെട്ടിടത്തിന്റെ 32 അടിയാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത്. കാരണം ഈ 2 പാലങ്ങളും പുതുക്കിപ്പണിയും. താഴെ വാട്ടർ മെട്രോ പ്രൊജക്ട് ഉള്ളത് കൊണ്ട് ഉയരത്തിൽ പാലങ്ങൾ പുതുക്കിപ്പണിതിട്ട് അതിനു മുകളിലാണ് എന്ത് വരുന്നത്, പില്ലർ വരുന്നത്. സീ ലെവലിൽ ഇവിടെ വരുമ്പോൾ 32 അടി ഹൈറ്റിന് വരുന്ന ഈ പില്ലറിന്റെ മുകളിലാണ് ട്രെയിൻ ഓടുക. ഈ ട്രെയിൻ ഓടുന്ന പാളത്തിന്റെ മുകളിലേക്ക് 12 മീറ്ററാണ് ഇവിടെ ക്യാബിൻ ഹൈറ്റ് വയ്ക്കുക. അപ്പൊ ഏതാണ്ട് 44 അടി ഉയരം, ഏതാണ്ട് 4 നില കെട്ടിടത്തിനേക്കാൾ ഉയരമുള്ള ഒരു ബിൽഡിംഗ് നമ്മളുടെ 6 മീറ്റർ പള്ളിയോട് ചേർന്ന് 6 മീറ്റർ തൊട്ടടുത്ത് ഉയർന്നിങ്ങനെ നിൽക്കുന്ന ഒരു കാര്യം നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഇപ്പൊ നമുക്കറിയാം, ഈ പെരുന്നാൾ നടന്നപ്പോൾ അതിന്റെ പ്രദക്ഷിണങ്ങളും ഈ പറഞ്ഞ പോലെ നമുക്ക് ആകെയുള്ള ഗാദറിംഗ് സ്പേസ് ഇതായിരുന്നു. ഇവിടെയല്ലേ നമ്മൾ സ്റ്റാളുകൾ ഇട്ടത്, ഇവിടെയല്ലേ നമ്മളുടെ ആളുകൾ ഗ്യാദർ ചെയ്തത്. അപ്പുറത്തെ ഗ്രൗണ്ട് മുഴുവൻ നമ്മൾ എന്തിനു വേണ്ടിയാ, സ്റ്റേജിലെ പ്രോഗ്രാമിന് വേണ്ടി ഒഴിവാക്കി. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, കസേരകൾ ഇങ്ങനെ നിരത്തി വെച്ച് റിബൺ കെട്ടി അപ്പുറത്തേക്ക് പ്രവേശനം ഉണ്ടായിരുന്നില്ല. കാരണം പറ്റില്ല, അത്രയും ചെയറിട്ടിട്ട് അവിടെ നമ്മൾ പ്രോഗ്രാമിന് വേണ്ടി സജ്ജീകരണം ചെയ്യുന്നു. പാർക്ക് ചെയ്യാൻ സ്ഥലമില്ല. പാർക്കിംഗ് പൂർണ്ണമായി ഈ മെട്രോ ഇങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതുകൊണ്ട് അപ്പുറത്ത് സ്നേഹനിലയത്തിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വളരെ കുറഞ്ഞു. അസീസിയുടെ കോമ്പൗണ്ടിലും നമ്മളുടെ ചെമിത്തേരി പറമ്പിലും വണ്ടികൾ പാർക്ക് ചെയ്തിട്ടാണ് നമ്മളുടെ ആളുകൾ കൊണ്ടുവന്നത്. നമുക്കിവിടെ പാർക്കിങ്ങിനുള്ള സ്പേസ് പോലും ഉണ്ടായില്ല. കുറച്ച് വണ്ടികളും 2 വീലറുകളും നമ്മൾ ഇതിനകത്ത് പാർക്കിങ്ങിന് വിട്ടുകൊടുത്തു. അങ്ങനെ അന്ന് ഈ കുർബാന കഴിഞ്ഞ്, പെരുന്നാൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങി വന്ന ആളുകൾ മുഴുവൻ തിങ്ങി നിന്ന് ഗ്യാദർ ചെയ്തിരുന്ന ഒരു സ്ഥലം ഇതാ. അടുത്ത പെരുന്നാളിന് നമ്മൾ എവിടെ പോയി നിൽക്കും? നമ്മളെ പ്രദക്ഷിണം നമ്മളുടെ ദേവാലയം ചുറ്റി ഒരു പ്രദക്ഷിണം നടക്കണമെങ്കിൽ ഈ 6 മീറ്ററിലൂടെ തിങ്ങിപ്പോയി അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ 44 അടി ഉയരമുള്ള ഒരു കെട്ടിടത്തിന്റെ ഇടയിലൂടെ നമ്മളിങ്ങനെ കടന്നു പോകുമ്പോൾ ഒരു അത്യാഹിതമുണ്ടായാൽ ഒന്ന് പാസ് ചെയ്യാൻ എമർജൻസി പാസിംഗിന് എന്ത് ചെയ്യും? ഈ വിഷയങ്ങളൊക്കെ കണ്ടുകൊണ്ടാണ് നമ്മൾ മെട്രോയെ എതിർക്കുന്നത്. മെട്രോയല്ല, സ്റ്റേഷൻ നമ്മളുടെ കോമ്പൗണ്ടിൽ വരുന്നതിനെ എതിർക്കുന്നു. അത് കഴിഞ്ഞ് ഈ 13.5 സെന്റ് സ്ഥലം എന്ന് പറയുന്നത് അപ്പൊ ഉത്ഭവിച്ചതാ. ഈ 13.5 സെന്റ് സ്ഥലം ഈ കുട്ടിക്കുപ്പായത്തിന്റെ സ്ഥലവും അതുപോലെ തന്നെ തൊട്ടുപുറകിലുള്ള ഷാജിയുടെ സ്ഥലവും കൂടി ഏറ്റെടുത്തു കഴിഞ്ഞാൽ നടക്കാവുന്നതേ ഉള്ളൂ. അതിന്റെ കൃത്യമായ അളവുകളുള്ള സ്കെച്ച് നമ്മൾ മെട്രോ അധികൃതർക്ക് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു നടപടി ഉണ്ടാകുന്നത്? നമ്മുടെ ചില സുഹൃത്തുക്കൾ KMRL-ലുണ്ട്. അവര് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇത് നമ്മളുടെ ചർച്ചകൾ ഇങ്ങനെ നടന്നുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ ലോക്നാഥ് ബെഹ്റ അവിടുത്തെ ജനറൽ മാനേജറെ വിളിച്ച് സംസാരിക്കുന്ന ക്യാബിനിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. അദ്ദേഹം അന്ന് പറഞ്ഞത്, ഈ ജനറൽ മാനേജർ ലോക്നാഥ് ബെഹ്റയോട് പറഞ്ഞത്, കുറച്ചു കഴിയുമ്പോൾ ഇവര് തമ്മിൽ സ്പ്ലിറ്റാകും. കുറച്ചു കഴിയുമ്പോ ഇടവകക്കാർ തമ്മിൽ സ്പ്ലിറ്റ് ആവും. ആ സമയത്ത് നമുക്ക് ഇത് ഏറ്റെടുക്കാനുള്ള നടപടികൾ ചെയ്താൽ മതി.
മെട്രോയെ സംബന്ധിച്ചിടത്തോളം അടുത്ത 2 വർഷത്തിനുള്ളിൽ ട്രാക്ക് പൂർത്തിയായതിനു ശേഷം മതി സ്റ്റേഷൻ പണി. ഫേസ് 1 മുഴുവൻ ചെയ്തപ്പോ ട്രാക്കുകളൊക്കെ പൂർത്തിയായതിനു ശേഷമാണ് സ്റ്റേഷന്റെ പണി ആരംഭിച്ചത്. ഒരു 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ തീർക്കാവുന്നതേ ഉള്ളൂ അവരുടെ സ്ട്രക്ചർ വെച്ച് സ്റ്റേഷന്റെ പണികൾ, അല്ലെങ്കിൽ ഒരു 6 മാസം. അത്രയും കാലം വരെ ഇവർക്കിത് തട്ടി നീക്കിക്കൊണ്ടുപോകാം. അപ്പൊ ഈ ചർച്ചയ്ക്ക് വന്ന ആളുകൾ എന്ന് പറഞ്ഞു, നിങ്ങളിത് സമ്മതിച്ചില്ലെങ്കിൽ CMD പറഞ്ഞിരിക്കുന്നത് ജംബൂക്ക് സ്റ്റേഷൻ ഉപേക്ഷിച്ചേക്കുക എന്നാണ്. നമ്മളിപ്പോൾ ഉയർത്തുന്ന മുദ്രാവാക്യം ചെമ്പുമുക്ക് സ്റ്റേഷൻ പള്ളിയുടെ മേൽ പഴിചാരി ഉപേക്ഷിക്കരുത്. ഒരു കാരണവശാലും നമ്മൾ ഇവിടെ സ്റ്റേഷൻ വരുന്നതിനെതിരല്ല. എതിരല്ല എന്ന് മാത്രമല്ല, സ്റ്റേഷൻ വരണമെന്ന് ശക്തമായി ആവശ്യപ്പെടുന്നവരുകൂടിയാണ്. എന്തുകൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാനുള്ള ബഡ്ജറ്റ് ഉണ്ടെന്നിരിക്കെ, കൃത്യമായി സ്കെച്ചും സർവേ നമ്പറും നൽകിയിട്ടുണ്ടെന്നിരിക്കെ ഈ സ്ഥലം ഏറ്റെടുക്കാൻ എന്തിനാ മടി കാണിക്കുന്നത്? ഒരു ധാർഷ്ട്യത്തിന്റെ, അല്ലെങ്കിൽ നമ്മളൊക്കെ കഴിവുകെട്ടവരാണെന്നുള്ള ഒരു ചിന്തയുടെ അടിയിൽ നിന്നുണ്ടാകുന്ന ഒരു തീരുമാനമാണത്. ഇത്രയും സ്ട്രെങ്ത് ഇല്ലേ നമുക്ക്? 5000 നമ്മളുടെ ആരുടെയെങ്കിലും കുടുംബത്തിൽ എന്തെങ്കിലും വിഷയത്തിന് വേണ്ടിയാണോ? സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം ചെലവാക്കി, സമയം കണ്ടെത്തി നമ്മൾ ഇത്തരം കാര്യങ്ങൾ ചെയ്യുകയും ഇതിനെക്കുറിച്ച് പഠിക്കുകയും കൃത്യമായി കാര്യങ്ങൾ അവതരിപ്പിക്കുകയും നമ്മളെ ഇടവകയ്ക്ക് വേണ്ടിയാണ്. അതിനിടയിൽ ഇവിടെ നിന്ന് തന്നെ ചില അപവാദ പ്രചരണങ്ങൾ നടക്കുന്നു. ടൈറ്റസ് അച്ഛൻ ഒപ്പിട്ട് കൊടുത്ത ഭൂമിയാണ്, 10 സെന്റ് ഓൾറെഡി കൊടുക്കാമെന്ന് പറഞ്ഞതാണ്. ആ 10 സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ ഭൂമിയിൽ നിന്ന് ഒരു 3 സെന്റ് കൂടിയല്ലേ ഇപ്പൊ പോവുള്ളൂ. ആരൊപ്പിട്ട് കൊടുത്തു? എവിടെ ഒപ്പിട്ട് കൊടുത്തു? CMDയുടെ മുമ്പിൽ വെച്ച് MLAയും MP യും ഇരിക്കുമ്പോ ഞാൻ ചലഞ്ച് ചെയ്തതാ. ഞങ്ങളുടെ അച്ഛൻ നിങ്ങൾക്ക് ഈ സ്ഥലം വിട്ടുതരാമെന്ന് പറഞ്ഞ് രേഖ തന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ഈ നിമിഷം ഞങ്ങൾ സമരം അവസാനിപ്പിക്കും. അന്ന് എന്റെ ഇടതുവശത്ത് ഇരുന്നിരുന്ന ആള് തന്നെയാണ് ഇപ്പോൾ ഈ പ്രചരണം നടത്തുന്നത്. ഒന്ന് ആലോചിച്ചു നോക്കിയേ നമ്മളുടെ ഒരു മാനസികാവസ്ഥ. ഇതൊരു പ്രചരണം. ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു രേഖയും 10 സെന്റ് കൊടുക്കാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട ടൈറ്റസ് ആന്റണി കുരിശ് വീട്ടിൽ അച്ഛൻ ഒപ്പിട്ട് കൊടുത്തിട്ടില്ല. ഒപ്പിട്ട് കൊടുത്ത് ഞാൻ ആദ്യം സൂചിപ്പിച്ച NOCക്ക് വേണ്ടി ഈ 10 സെന്റ് ഫ്രീസ് ചെയ്തിരിക്കുന്ന ലാൻഡ് ഒഴിവാക്കി പള്ളി പണിതുകൊള്ളാമെന്ന് പറയുന്ന ഒരു എഴുത്ത് മാത്രമാണ്. അത് NOCക്ക് വേണ്ടിയുള്ള അപേക്ഷയോടൊപ്പം. ഒഴിവാക്കി പള്ളി പണിതോളാം എന്ന് പറഞ്ഞാൽ ആ സ്ഥലം നിങ്ങൾക്ക് തന്നോളാം എന്നല്ല അർത്ഥം. തൊട്ടുപുറകെ ആ സ്ഥലം ഏറ്റെടുക്കരുതെന്ന് പറഞ്ഞത് അച്ഛൻ ഒപ്പിട്ട ലെറ്റർ നമ്മൾ കൊടുത്തിട്ടുണ്ടല്ലോ. അത് രേഖയല്ലേ? ഈ രേഖകളൊക്കെ ഇവിടെ ഫയലിലുണ്ട്. കൃത്യമായി തുടക്കം മുതൽ ഇതുവരെയുള്ള നമ്മൾ കൊടുത്തിട്ടുള്ള നിവേദനങ്ങളെയും അവർ തന്നിട്ടുള്ള ലെറ്ററുകളുടെയും ഗസറ്റ് വിജ്ഞാപനത്തിന്റെയും എല്ലാ ചർച്ചകളുടെയും രേഖകൾ നമ്മളുടെ ഫയലിലുണ്ട്. മന്ത്രിയായിട്ടുള്ള യോഗത്തിൽ വെച്ച് ഞാൻ CMDയെ ചലഞ്ച് ചെയ്തു, ഞങ്ങൾ തന്നിട്ടുള്ള രേഖകൾ കാണിക്ക്. സെന്റ് മൈക്കിൾസ് പള്ളിയുമായി നിങ്ങൾ നടത്തിയിട്ടുള്ള ചർച്ചകളുടെ ഫയല് കാണിക്ക്. ഇതെന്തൊരു അതോറിറ്റിയാ? ഒരു രേഖ പോലും അവരുടെ കയ്യിലില്ല. ചർച്ച ചെയ്ത ഡേറ്റുകൾ അവർക്കറിയില്ല. ചർച്ചയ്ക്ക് തീരുമാനങ്ങളില്ല. ഒരു കോമ്പറ്റന്റ് അതോറിറ്റി ഇങ്ങനെയാണോ ഒരു സമൂഹത്തോട്, ഒരു സമുദായത്തോട്, ഒരു കമ്മ്യൂണിറ്റിയോട് കാണിക്കുന്നത്? നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇതിനെ മാത്രം. ഒട്ടും വില കൽപ്പിക്കാതെയുള്ള ഇത്തരം നീക്കങ്ങൾ ഒരു കാരണവശാലും ഞങ്ങൾ അനുവദിച്ചു തരില്ല. ഞങ്ങളിവിടെ ഉള്ളിടത്തോളം കാലം ഇതിനൊരു തീരുമാനമാകാതെ ഈ സമരപന്തൽ ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റില്ല. അടുത്ത ആഴ്ച മുതൽ നമ്മൾ നിരന്തരം എല്ലാ ഞായറാഴ്ചയും സമരം നടത്തുകയാണ്. ഇവിടെ നമ്മളുടെ ചങ്കൂറ്റമുള്ള ആളുകളുണ്ടെന്ന് നമുക്ക് കാണിച്ചു കൊടുക്കണ്ടേ? എന്തും നമ്മളുടെ മുതുകത്ത് കയറി ചെയ്യാമെന്നുള്ള ഒരു അവസ്ഥയാണ് ഇവിടെയുള്ളത്. ഇതിനിടയിൽ ഉള്ളിൽ നിന്ന് തന്നെയുള്ള ഇന്നലെ തന്നെ ഏതാണ്ട് ഒരു 10ഓളം ഫാമിലി യൂണിറ്റ് ലീഡർമാരും മറ്റുള്ളവരും വിളിച്ചു. ഇത് സ്ഥലം കൊടുത്തതാണെന്നാണല്ലോ പറയുന്നത്. ഇതൊരു വിഭാഗീയമായ സമരമാണെന്നാണല്ലോ പറയുന്നത്. വികാരിയച്ഛൻ ഈ സമരത്തെ അനുകൂലിക്കുന്നില്ലെന്നാണല്ലോ പറയുന്നത്. മറ്റ് ഭാരവാഹികൾ ഈ സമരത്തെ അനുകൂലിക്കുന്നതാണല്ലോ പറയുന്നത് എന്നൊക്കെ പ്രചരണങ്ങൾ നടക്കുക. ഇന്ന് കുർബാനയ്ക്കും വികാരിയച്ഛൻ അനൗൺസ് ചെയ്തില്ലേ? ഈ കോമ്പൗണ്ടിലല്ലേ വികാരിയച്ഛന്റെ സമ്മതത്തോടുകൂടി നമ്മൾ ഈ പന്തൽ നാട്ടിയിട്ടുള്ളത്. ഇന്നലെ ഈ പന്തൽ ഇടുന്ന സമയത്ത് ഞാൻ അച്ഛനെ വിളിച്ച്, അച്ഛ പന്തലിന്റെ പണി തുടങ്ങുകയാണ്,
അപ്പൊ പറഞ്ഞു അച്ഛാ എവിടെയാ ഇടുന്നത് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഗേറ്റിന് നേരെയാ ഇടുന്നത്, ആളുകൾക്ക് പാസ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ പന്തലിട്ടോ. അപ്പൊ തന്നെ അച്ഛൻ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞ കാര്യം, കേന്ദ്ര സമിതി സെക്രട്ടറിക്ക് നാളെ അനൗൺസ് ചെയ്യാനുള്ള കാര്യങ്ങൾ എഴുതി കൊടുത്തു, ഞാൻ പള്ളിയിൽ വിളിച്ചു പറഞ്ഞേക്കാം. അച്ഛന്റെ അനുവാദമില്ലാതെയാണോ ഈ സമരം ചെയ്യുന്നത്? അച്ഛന് ചില നിർദ്ദേശങ്ങളുണ്ട്, അച്ഛനത് പാലിക്കേണ്ടി വരും. അതിരൂപതയ്ക്ക് ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയില്ല. നമ്മുടെ സമരത്തെക്കുറിച്ച് ഞങ്ങൾ പോയിരുന്നു. അതിരൂപതയിലെ പ്രൊക്യുറേറ്റർ അച്ഛനുമായി ഏതാണ്ട് 1 മണിക്കൂർ ചർച്ച നടത്തി, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തു. അപ്പൊ അച്ഛൻ പറഞ്ഞു ഇത്തരം കാര്യങ്ങൾ ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത്. അന്ന് അച്ഛൻ ചോദിച്ച ഒരു കാര്യമുണ്ട്, ഇവിടെ ഇത് അക്യുസൈറ്റ് ചെയ്യാൻ വേണ്ടി നോട്ടീസ് അവർ ഇഷ്യൂ ചെയ്തു. തൊട്ടപ്പുറത്ത് 23 സെന്റ് സ്ഥലം ഇപ്പോൾ അത് ആർച്ച് ബിഷപ്പിന്റെ ഉടമസ്ഥതയിലാണ്, സ്നേഹനിലയത്തിന്റെ കോമ്പൗണ്ട്. ആ 23 സെന്റ് സ്ഥലം കൂടി ഏറ്റെടുത്താലല്ലേ സ്റ്റേഷൻ പൂർണ്ണമാവുള്ളൂ. ആ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള നോട്ടീസ് നൽകിയിട്ടില്ല. ഇതുവരെ മെട്രോ അധികൃതർ അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പോലുമില്ല. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ ഒരു ഉമ്മാക്കി കാണിക്കുക, ഇവിടെ ഇവര് ഇത് ഏറ്റെടുക്കാൻ പോകുന്നു എന്ന് പറയുന്ന ഒരു സംഭവം കൊണ്ടുവരിക. നമ്മൾ എതിർത്തില്ലെങ്കിൽ കൂളായിട്ട് ഇത് എടുത്തുകൊണ്ട് പോവുക. അപ്പോഴാണ് അപ്പുറത്തെ സ്ഥലത്തിനൊക്കെ നോട്ടീസ് കൊടുക്കുന്നത്. ഇവിടെ 2 വിഭാഗമാണെന്നുള്ള മെസ്സേജ് നമ്മളുടെ ഉള്ളിൽ നിന്ന് പോവുകയും ചെയ്യും. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് ഇപ്പോ ആനുകാലികമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒരു കാരണവശാലും നമ്മളുടെ മുമ്പ് ടൈറ്റസ് അച്ഛൻ പറഞ്ഞ ഒരു വാക്കാണ് നമ്മൾ മുദ്രാവാക്യമായിട്ടെടുത്തത്. പാരിഷ് ഹാളിൽ വെച്ച് നടന്ന മീറ്റിംഗിൽ ടൈറ്റസ് അച്ഛൻ പറഞ്ഞു മാലാഖയുടെ മണ്ണിന്റെ 1 ഇഞ്ച് ഭൂമി പോലും വിട്ടുകൊടുക്കില്ല. നമ്മൾ മുദ്രാവാക്യമായി ഉയർത്തി കാണിച്ചത് അതാണ്. ഇനിയും നമ്മൾ ആ മുദ്രാവാക്യവുമായി തന്നെ മുന്നോട്ട് പോകും. ഇനി ഇവർക്ക് ഈ അലൈൻമെന്റിന് പ്രോബ്ലം ഉണ്ട്, അതിലേക്ക് എക്സിറ്റ് ഇതിലെ കൊടുക്കണമെങ്കിൽ, എക്സിറ്റും ഇൻലെറ്റും ഇതിലെ കൊടുക്കണമെങ്കിൽ നമ്മൾ തയ്യാറാണ് വിട്ടുവീഴ്ചയ്ക്കൊക്കെ. ഇതിന്റെ മേലിൽ കൂടി ഒരു പാസേജ് കൊടുക്കുന്നതിനുള്ള സൗകര്യം നമുക്ക് ചെയ്തു കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ ആ സ്ഥലം ഏറ്റെടുത്തതിന് ശേഷം മാത്രമേ അത്തരത്തിലുള്ള കോംപ്രമൈസ് സംസാരങ്ങളുള്ളൂ. ആദ്യം അത് ഏറ്റെടുക്കാനുള്ള നോട്ടീസ് നൽകണം, അത് ഏറ്റെടുക്കുവാനുള്ള ഉടമസ്ഥരുടെ സംഭവം രേഖാമൂലം വാങ്ങണം. ഇപ്പോ അവസാനം ചർച്ചയ്ക്ക് വന്ന കോശി സാർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞു ഇത് 1 വർഷം മുമ്പല്ലേ അവർ വാക്കാൽ സമ്മതിച്ചതല്ലേ, അവർക്കിപ്പോ സമ്മതമുണ്ടാകുമെന്ന് അറിയില്ലല്ലോ. നമ്മൾ വീണ്ടും അവരുമായി സംസാരിച്ചു, ഷിജുവായി സംസാരിച്ചു. അത് അന്ന് പറഞ്ഞതല്ലേ ചേട്ടാ, വിട്ടുകൊടുക്കുന്നതിന് ഞങ്ങൾക്ക് തടസ്സമില്ല എന്ന് പറഞ്ഞു. അത് അവരെ അറിയിച്ചു. ഇനി രേഖാമൂലം നിങ്ങൾക്ക് സമ്മതം വേണമെങ്കിൽ അതും തരാമെന്ന് പറഞ്ഞു. ഇത് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യാൻ? ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കുന്ന രീതിയിൽ ഈ കോമ്പൻസേഷൻ കൊടുത്തുകൊണ്ട് ഈ ഭൂമി ഏറ്റെടുത്ത് സ്റ്റേഷൻ പണിയാമെന്നിരിക്കെ പള്ളിയുടെ മേൽ പഴിചാരിക്കൊണ്ട് സ്റ്റേഷൻ ഒഴിവാക്കാനുള്ള നീക്കമാണ് നടക്കുന്നത്. പറയുകയാണ് ഒരു കാരണവശാലും ചെമ്മുമുക്കിൽ നിന്ന് സ്റ്റേഷൻ ഒഴിവാക്കരുത്, ഉടമസ്ഥർ സമ്മതം അറിയിച്ച സ്ഥലം ഏറ്റെടുത്തുകൊണ്ട് സ്റ്റേഷൻ പണിയുന്നതിനുള്ള നടപടികളുമായി മെട്രോ മുന്നോട്ട് പോകണം. ഈ പ്രശ്നത്തിനൊരു പരിഹാരമുണ്ടാകുന്നവരെ ഈ ഭൂമിയിലേക്ക് കടന്നു കയറാമെന്ന് ഒരാളും വിചാരിക്കണ്ട. അത് നമ്മൾ സംവദിക്കുന്ന വിഷയമില്ല. കാരണം ഇത് ഇടവക ജനങ്ങളുടെ പ്രശ്നമാണ്. നമ്മൾ ഒരുമിച്ച് നിൽക്കേണ്ട സമയമാണ്. ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങൾ കേൾക്കുമ്പോൾ ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ അത് കറക്റ്റ് ചെയ്യുന്നതിനുള്ള അറിവുണ്ടാകാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ ഞാൻ പറഞ്ഞത്. കൃത്യമായി ഈ കാര്യങ്ങൾ സംവദിക്കപ്പെടണം. നമ്മളുടെ ഗ്രൂപ്പുകളിൽ, നമ്മളുടെ ഫാമിലി യൂണിറ്റുകളിൽ ചർച്ചയാകണം ഈ വിഷയം. അങ്ങനെ ഇതൊരു വലിയ പ്രക്ഷോഭമായി നമുക്ക് തുടർന്നു കൊണ്ടുപോകണം. എന്തിനു വേണ്ടിയാ? ഒരു വാശിയുടെ പുറത്താണ്. ഞാൻ പറഞ്ഞില്ലേ, ഇതിന്റെ തൊട്ടു പുറകിൽ രണ്ടാമതായി ഒരു തെങ്ങ് നിൽപ്പുണ്ട്. ആ തെങ്ങിന്റെ ഹൈറ്റാണ് ഏകദേശം നമ്മളുടെ ഈ ബിൽഡിങ്ങിനുണ്ടാകാൻ പോകുന്നത്. ആ തെങ്ങിനേക്കാളും ഏതാണ്ട് 80 സെന്റ് 1 മീറ്ററോളം മുമ്പിലേക്ക് മാറി അത്രയും അടുത്ത് ഇത്രയും വലിയൊരു ബിൽഡിംഗ് വരുമ്പോ എങ്ങനെ ഇരിക്കും നമ്മളുടെ പള്ളി? ഈ ഫ്രണ്ടിൽ നിന്ന് ആ അറ്റം വരെ ഏതാണ്ട് ഈ ബിൽഡിംഗ് ഇങ്ങനെ നിൽക്കുമ്പോ എന്താണ് നമ്മൾ ഈ 15 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ഈ പള്ളിയുടെ ഒരവസ്ഥ? ഇതൊന്നും ചിന്തിക്കുന്നില്ല. ഇതിപ്പോ കാണുമ്പോൾ വളരെ സിമ്പിളാ. ഈ ബിൽഡിംഗ് വന്നു കഴിയുമ്പോഴുള്ള രൂപമൊന്നും ആലോചിക്കുന്നില്ല ആരും. അപ്പൊ ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ ഇനിയും ശക്തമായി സമരം തുടരും. ഈ സമരത്തിൽ നിങ്ങളുടെ എല്ലാവരുടെയും സാന്നിധ്യം ഉണ്ടാകണം.
അതുപോലെ തന്നെ വ്യാജ പ്രചരണങ്ങളിൽ, അപവാദ പ്രചരണങ്ങളിൽ അതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഒരു ഫോഴ്സായി നിങ്ങൾ ഓരോരുത്തരും മാറണമെന്ന് മാത്രമാണ് അഭ്യർത്ഥിക്കാനുള്ളത്. അതിനുവേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഇവിടെ ചർച്ച ചെയ്തത്. അപ്പൊ ഇനിയും നമ്മൾ ഈ സമരവുമായി മുന്നോട്ട് പോകും. നമുക്ക് ഒരുമിച്ച് കൈകോർത്തുകൊണ്ട് നമുക്ക് ഈ സമരത്തിലേക്ക് പോകാം. അടുത്ത ആഴ്ചയിൽ ബഹുമാന്യ അഭിവന്ദ്യ കൊച്ചുപിതാവിന്റെ, ആന്റണി വാലുങ്കൽ പിതാവിന്റെ അപ്പോയിന്റ്മെന്റ് നമ്മൾ ചോദിച്ചിട്ടുണ്ട്. അഭിവന്ദ്യ വാലുങ്കൽ പിതാവും അതുപോലെ തന്നെ വികാർ ജനറലും പ്രൊക്കുറേറ്ററും നമ്മളുടെ വികാരിയച്ഛനും ഉൾപ്പെട്ട് ഒരു ചർച്ച നടത്താമെന്ന്, ഈ കാര്യങ്ങളെക്കുറിച്ച് ബോധ്യപ്പെടുത്താമെന്നും പ്രൊക്കുറേറ്റർ അച്ഛൻ നമുക്ക് വാക്ക് തന്നിട്ടുണ്ട്. പിതാവിന്റെ ഡേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞ ആഴ്ച മീറ്റിംഗ് ഫിക്സ് ചെയ്തതായിരുന്നു. അത് കഴിഞ്ഞ് പിതാവ് നമ്മളെ വിളിച്ചു. വലിയ പിതാവ് സുഖമില്ലാത്തതുകൊണ്ട് KCBCയുടെ മീറ്റിംഗിൽ പിതാവിന് പങ്കെടുക്കേണ്ടതുകൊണ്ട് ഡേറ്റ് ഒന്ന് മാറ്റിവെക്കണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് വന്നപ്പോൾ അദ്ദേഹത്തിന് ഷെഡ്യൂൾഡ് പ്രോഗ്രാമിന്റെ കുറെ തിരക്കുകളുണ്ട്. അപ്പൊ ഈ വരുന്ന ആഴ്ചയിൽ ഏതെങ്കിലും ഒരു ദിവസം ഈ ചർച്ച നടക്കാമെന്ന് നമ്മൾ വിചാരിക്കുക. എന്നിട്ട് ബിഷപ്പ് ഹൌസിന്റെ നേതൃത്വത്തിൽ ബഹുമാനപ്പെട്ട മന്ത്രി രാജീവ്, അദ്ദേഹമാണ് ഇപ്പോ ഇതിന്റെ മേൽനോട്ടം വഹിക്കുന്നത്, രാജീവും മെട്രോ അധികൃതരും ബിഷപ്പ് ഹൌസിലെ പ്രതിനിധികളും ഇടവകയിലെ പ്രതിനിധികളും ഒരുമിച്ച് ചേർന്ന് ചർച്ച നടത്തണമെന്നാണ് നമ്മൾ ആവശ്യപ്പെടുന്നത്. ആ ചർച്ചയിലും ഒരു തീരുമാനമാവില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ട് പോകും. ഇതാണ് നമ്മളുടെ ഇപ്പോഴത്തെ സാഹചര്യങ്ങളുടെ അവസ്ഥ. ഒരുമിച്ച് നമുക്ക് പോരാടാം. അച്ഛൻ പറഞ്ഞതുപോലെ മാലാഖയുടെ ഭൂമിയിലെ കടന്നുകയറ്റം നമ്മൾ ഒരു കാരണവശാലും അനുവദിക്കില്ല. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ശക്തരാകാം. എല്ലാവരെയും ഇന്ന് ഇവിടെ എത്തിച്ചേർന്ന, ഈ പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേർന്ന മുഴുവൻ പേരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് ഏറെ സ്നേഹത്തോടുകൂടി എല്ലാവരെയും നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു.